മ്യൂസിക്കിന്റെ വൈബ് ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വൈബ് ജംഗ്ഷൻ എത്തി നിൽക്കുന്നത് കാലടി ശ്രീശങ്കര കോളേജിലാണ്. ഞാൻ ഒലീവിയ വർഗീസ്, ഇവിടെ PG ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണ്. ഇന്നത്തെ വൈബ് ജംഗ്ഷന്റെ ആങ്കർ ഞാനാണ്. നമ്മുടെ ക്യാമ്പസിലെ ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ക്രിസ്മസ് പരിപാടികളൊക്കെ എവിടെ വരെയായി? അടിപൊളിയായിട്ട് കാണും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചെയ്തതാണോ ഈ സംഭവങ്ങളൊക്കെ? അതെ അതെ, എല്ലാം ഹാൻഡ് മെയ്ഡ്. ഓക്കെ, നിങ്ങൾ എന്തോ സ്പെഷ്യൽ ആയിട്ട് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. പ്ലാസ്റ്റിക് ഒന്നുമില്ല? നോ പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് ഒന്നും ഇല്ലാതെ ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ സാധനങ്ങളും കൈ കൊണ്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സംഭവങ്ങളാണ്. കൊള്ളാം. ഈ പരിപാടി ക്രിബൊക്കെ നിങ്ങളുടെ തന്നെ? ഓക്കെ, നിങ്ങൾ എത്ര ദിവസമായി ഇതിന്റെ പുറകെ നടക്കുന്നു? ഒരാഴ്ചയായിട്ട്. ഓട്ടം തന്നെ ഓട്ടായിരുന്നു? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് എങ്ങനെയാ, നിങ്ങൾ ഫസ്റ്റ് അടിക്കുവോ? ആഗ്രഹം? ഓക്കെ, അടിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്, ഉഷാറാവട്ടെ. നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളാണ് ഇപ്പൊ നമ്മുടെ ഒപ്പം ഉള്ളത്. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. എൻ്റെ പേര് അഞ്ജന. മൈസ. പൂജ. മീനാക്ഷി. ജോഫിൻ. എൻ്റെ പേര് സഫർ. എൻ്റെ പേര് ഫഹദ്. സൂര്യ മ്യൂസിക്കിന്റെ വൈബ് ജംഗ്ഷനിലെ ഗെയിം സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് പിരമിഡ് ഗെയിം ആണ്. ഈ പിരമിഡ് ഗെയിമില് നമ്മൾ ആദ്യം ഒരു ബലൂൺ എടുത്ത് വീർപ്പിച്ചിട്ട് കൈകൊണ്ട് തൊടാതെ ആ ബലൂൺ വെച്ചിട്ട് നമ്മൾ ഗ്ലാസും കൊണ്ട് ഒരു പിരമിഡ് ഉണ്ടാക്കണം. അപ്പൊ ആ ഒരു ഗെയിം നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പിരമിഡ് ഗെയിമിന്റെ ഫസ്റ്റ് റൗണ്ട് കളിക്കാൻ വേണ്ടി രണ്ടുപേർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അവർ ആരൊക്കെയാന്ന് നോക്കാം. എൻ്റെ പേര് മുഹമ്മദ് സഫറുദ്ദീൻ. എൻ്റെ വീട് പെരുമ്പാവൂരാണ്. എൻ്റെ പേര് ജോഫിൻ. എൻ്റെ സ്ഥലം അങ്കമാലിയാണ്. അപ്പോൾ സഫറും ജോഫിനും റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, നമ്മുടെ ആവേശകരമായ മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, രണ്ടുപേരും ഓരോന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, കമോൺ കമോൺ. ഓക്കെ, എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, വാശിയേറിയ പോരാട്ടമാണ്. ഇഞ്ചോട് ഇഞ്ച് രണ്ടുപേരും ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. My God, again. Come on, Safar, you can. Jofin, come on, പെട്ടെന്ന് പെട്ടെന്ന്. ഹാർഡ് ഗെയിം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സഫർ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് സഫർ. അപ്പോൾ നമ്മുടെ ക്രിബ് മേക്കിങ്ങിന്റെ പരിപാടികൾ ഇന്ന് എവിടെ വരെയെന്ന് നമുക്കൊന്ന് കാണാം. വാ നോക്കാം. ഹായ്. ഹായ്, പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് മുഹമ്മദ് ഫവാസ്. ഓക്കെ, നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഞങ്ങൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ ക്രിസ്മസിന്റെ ക്രിബ് കോമ്പറ്റീഷന്റെ പരിപാടികളൊക്കെ എവിടെ വരെയായി? ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ എല്ലാവരുടെയും ഒരുമിച്ചുള്ള കൂട്ടായ്മ കാരണം ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തിക്കാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ തവണ നടത്തിയ കോമ്പറ്റീഷനിൽ ചെയ്ത ക്രിബും ഇത്തവണത്തെ ക്രിബും തമ്മിൽ എന്തൊരു ഡിഫറൻസ് ചെയ്തേക്കണേ? ഇത്തവണ ഇച്ചിരി കൂടി നമുക്ക് വിപുലീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാവരും കൂട്ടായ ശ്രമത്തിൻ്റെ കാരണമാണ്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്തത്. അതുകൊണ്ട് ഈ തവണത്തെ ക്രിസ്മസിൻ്റെ ക്രിബ് കുറച്ചും കൂടി വലുതാണ്. ഓക്കെ, അപ്പൊ ഈ തവണത്തെ ക്രിബ് കോമ്പറ്റീഷൻ നിങ്ങൾ ഫസ്റ്റ് അടിക്കുമോ? ഇൻഷാല്ലാ ഫസ്റ്റ് അടിക്കും. ഓക്കെ ഓക്കെ, ഫസ്റ്റ് അടിക്കണം തന്നെയാണ് അവരുടെ ആഗ്രഹം. അപ്പൊ ഇന്ന് നിങ്ങൾ വേറെ ഏതൊക്കെ കോമ്പറ്റീഷനാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങണേ? ഇന്ന് മെയിൻലി ആയിട്ട് കരോൾ സോങ്സ് ഉണ്ട്. പിന്നെ അവിടെ യൂണിയൻ നടത്തുന്ന പ്രോഗ്രാംസ് ഉണ്ട്. അതിലൊക്കെ എല്ലാത്തിലും നമ്മുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ. ഓക്കെ ഓക്കെ. അപ്പൊ കരോൾസ് അങ്ങനെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ എല്ലാവരുടെയും? ഇപ്പോൾ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ കരോൾസോങ്ങിന്റെ പ്രാക്ടീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.
ഡിപ്പാർട്ട്മെന്റ് ആണ്? ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷന്റെ പരിപാടികളൊക്കെ എവിടെ വരെയായി? ഇപ്പോൾ കരോൾ സോങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ കരോൾ സോങ് പ്രാക്ടീസ് ചെയ്യാണ്. അപ്പൊ ഞങ്ങളുടെ സൂര്യ മ്യൂസിക്കിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കരോൾ സോങ് ഒന്ന് പാടാൻ പറ്റുമോ? പിന്നെന്താ. ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകരാജകുമാരിയോടൊത്തന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബത്ലഹേം തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബത്ലഹേം തന്നിൽ വന്നു. രാജാധിരാജന്റെ പൊൻതിരുമേനി. രാജാധിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. ക്രിസ്മസിനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളിലേക്ക് നിറഞ്ഞു വരുന്ന ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ട ഒരു കരോൾ ഗാനം. നമ്മൾ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയ മനോഹരമായ ഒരു ഗാനം തന്നെയാണ്. അപ്പോൾ കരോൾ കോമ്പറ്റീഷനെ അവർ ഫസ്റ്റ് അടിക്കട്ടെ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ടീം. ശരി എന്നാ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. ഹായ്. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മാത്സ്. ഓക്കെ, നിങ്ങളുടെ ക്രിബിന്റെ കോമ്പറ്റീഷന്റെ പരിപാടികളൊക്കെ എവിടെ വരെയായി? നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ എത്ര ദിവസമായി പരിപാടി പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയിട്ട്? ഒരു 3-4 ദിവസമൊക്കെ. 3-4 ദിവസമൊക്കെ ആയി. നിങ്ങൾക്ക് എങ്ങനെ ഇത്തവണ ഫസ്റ്റ് അടിക്കണം എന്നാണോ വിശ്വാസം? ഓക്കെ, അപ്പൊ ഫസ്റ്റ് അടിക്കണം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ തവണത്തെ പ്രോഗ്രാമിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ? കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കഴിഞ്ഞ കോമ്പറ്റീഷനും ഈ കോമ്പറ്റീഷനും എന്താ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ചെയ്തേക്കണേ? ഇമ്പ്രൂവ് ചെയ്യുന്നു പറയാനില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷം അങ്ങനെ ആരായിട്ട് കമ്പനി ആയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇയേഴ്സ് ആണല്ലോ ഞങ്ങൾ. ഇപ്പോൾ എല്ലാവരായിട്ട് കമ്പനി ആയി എല്ലാവരുടെയും കൂടെ നിന്ന് ചെയ്യണു. ഓക്കെ, അപ്പൊ ഇനി ഇന്നത്തെ സെലിബ്രേഷൻ കഴിഞ്ഞ് അടുത്ത 10 ദിവസം നമുക്ക് വെക്കേഷൻ ആണ്. പിന്നെ വെക്കേഷൻ എന്തൊക്കെയാ പ്ലാൻസ് ഉള്ളത്? ഞങ്ങളൊരു മാത്സ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ വർക്കുകളുണ്ട്. അപ്പോൾ ഒരാളുടെ വീട്ടിൽ കൂടി ചെയ്യാനും പിന്നെ ഒരു അതിരപ്പള്ളിക്ക് ഞങ്ങൾ എല്ലാവരും കൂടി പോവാൻ ഒരു 1 ഡേ ലുലു ഒക്കെ അതൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ വെക്കേഷന് മൊത്തം കറങ്ങാനാണ് നമ്മുടെ പിള്ളേർ പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ, നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നിങ്ങളുടെ ക്രിബ് മേക്കിങ്ങിന്റെ പരിപാടികളൊക്കെ എവിടെ വരെയായി? നടന്നുകൊണ്ടിരിക്കുന്ന അവസാന ഘട്ടത്തിലാണ്. ഓക്കെ, നിങ്ങൾ എത്ര ദിവസമായി ഇതൊക്കെ തുടങ്ങിയിട്ട്? ഒരാഴ്ചയായി ഇതിന്റെ പ്ലാനിങ് അതും ഇത് വിളിച്ചു പറയല് മെഡിക്കല് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇത്തവണ എങ്ങനെയാ ക്രിബ് കോമ്പറ്റീഷൻ നിങ്ങൾ ഫസ്റ്റ് അടിക്കുമോ? ഫസ്റ്റ് മേടിക്കണം, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് തന്നെയായിരുന്നു ഫസ്റ്റ്. അതുകൊണ്ട് ഇത്തവണയും ഞങ്ങൾക്ക് തന്നെ മേടിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കഴിഞ്ഞ തവണ ഫസ്റ്റ് വാങ്ങിയ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്. ഇത്തവണ അവർ ആഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പരിപാടികളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, നമ്മുടെ ഗെയിം സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. ഗെയിം സെക്ഷന്റെ സെക്കൻഡ് റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഒപ്പം ചേർന്നേക്കുന്ന രണ്ടുപേരെ നമുക്ക് പരിചയപ്പെടാം. ആർദ്ര, ജോമോൻ. ഓക്കെ, ആർദ്രയും ജോമോനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. രണ്ടുപേർക്ക് ഗെയിമിന്റെ റൂൾസ് അറിയാലോ. ഇവിടെ നിന്നിട്ട് ഈ ഒരു സ്പേസിൽ നിന്നിട്ട് ബോൾസ് 10 എണ്ണം ഉണ്ടാവും. അത് എറിഞ്ഞ് അതിലൊരു 3 എണ്ണെങ്കിലും വീഴ്ത്തണം. അപ്പൊ അതാണ് നമ്മുടെ ഗെയിം. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? തുടങ്ങാം. ഓക്കെ, റെഡി? 1, 2, 3 സ്റ്റാർട്ട്. Come on. ഓ, രണ്ടുപേരും ഓരോന്ന് വീഴ്ത്തിയിരിക്കുകയാണ്.
ഓക്കെ, നമ്മുടെ ഗെയിം സെക്ഷനിൽ ഈ റൗണ്ടിൽ ആർദ്ര 1 ബോളും ജോമോൻ 2 ബോളുമാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സെക്ഷനിൽ ജോമോനാണ് വിന്നർ ആയിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. വൈബ് ജംഗ്ഷന്റെ അടുത്ത ഗെയിം ബിസ്ക്കറ്റ് ഗെയിമാണ്. ഇതിൽ നമ്മൾ നെറ്റിൽ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ട് മുഖത്ത് ഇങ്ങനെ അനക്കി അത് കഴിക്കണം. അതാണ് നമ്മുടെ ഈ നെക്സ്റ്റ് വരുന്ന ബിസ്ക്കറ്റ് ഗെയിം. നമ്മുടെ ഒപ്പം ആരൊക്കെയാണ് ബിസ്ക്കറ്റ് ഗെയിം കളിക്കാനുള്ളതെന്ന് നോക്കാം. ആഷിൻ, നിഖിൽ. ആഷിനും നിഖിലും ആണ് നമ്മുടെ ഒപ്പം ഉള്ളത്. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട്. നമ്മുടെ ബിസ്ക്കറ്റ് ഗെയിമിന്റെ വിന്നർ ആയിട്ടിരിക്കുന്നത് ആഷിൻ പോളാണ്. കൺഗ്രാറ്റുലേഷൻ. വൈബ് ജംഗ്ഷനിലെ ഗെയിം സെക്ഷന്റെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാം. അപ്പൊ നമ്മോടൊപ്പം ചേരുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. അതുൽ, സന്ദീപ്. അതുലും സന്ദീപും ആണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. റെഡി, 1 2 3 ഗോ. കമോൺ 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 കമോൺ. വാശിയേറിയ പോരാട്ടം. 2-2 നിൽക്കുന്നത് ഗെയിം. ഇനി ഒരു ബോൾ. അപ്പുറത്തെ ആളുടെ ക്ലാസ്സിലും കൂടെ വീഴ്ത്തിയിരിക്കുകയാണ് അത്രയും വിദഗ്ധമായിട്ട്. അപ്പോൾ അതിലാണ് ഇന്നത്തെ ഈ ഒരു കോമ്പറ്റീഷന് വിന്നർ ആയിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. വിണ്ണിൽ താരകൾ പുൽവിരി തൂകി മണ്ണിൽ കോരിയ നാളങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാരിട്ടടിക്കുകയായി എന്നും ആഘോഷം ഉണരുകയായി. ശങ്കര കോളേജിന്റെ ക്രിസ്മസ് സെലിബ്രേഷൻസും സൂര്യ മ്യൂസിക് വൈബ് ജംഗ്ഷന്റെ ഇന്നത്തെ ഗെയിംസും പരിപാടികളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാലടി ശ്രീശങ്കര കോളേജിന്റെയും അതുപോലെ സൂര്യ മ്യൂസിക് വൈബ് ജംഗ്ഷന്റെയും ക്രിസ്തുമസ് ആശംസകൾ എല്ലാ പ്രേക്ഷകർക്കും നേരുകയാണ്. വീണ്ടും നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി നമ്മുടെ ക്യാമ്പസിൽ നിന്ന് തന്നെ കാണാം. താങ്ക്